4 പതിറ്റാണ്ടുകളോളം തമിഴ് സിനിമയെ അടക്കിവാണ നടിപ്പിൻ ചക്രവർത്തി ശിവാജി ഗണേശന്റെ ഓർമ്മദിനമാണ് ജൂൺ 21. വ്യത്യസ്തമായ ശരീരഭാഷ, വ്യക്തവും ശക്തവുമായ ശബ്ദം, അതുല്യമായ സംഭാഷണ പ്രകടനം, 3 വ്യത്യസ്ത ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലുള്ള പ്രാവീണ്യം, അഭിനയ വൈദഗ്ധ്യം എന്നിവ കാരണം ശിവാജി ഗണേശനെ പലപ്പോഴും ദക്ഷിണേന്ത്യയിലെ മെർലോൺ ബ്രാൻഡോ എന്ന് പലരും വിശേഷിപ്പിച്ചിരുന്നു. ബ്രാൻഡോ ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത്, ശിവാജിക്ക് എന്നെപ്പോലെ അഭിനയിക്കാൻ കഴിയും, പക്ഷേ എനിക്ക് അദ്ദേഹത്തെപ്പോലെ അഭിനയിക്കാൻ കഴിയില്ല. തമിഴ് ജനത നടികർ തിലകം എന്ന വിശേഷണം നൽകിയ ശിവാജിയുടെ ആരാധകനാണ് താനും എന്ന് വ്യക്തമാക്കുകയായിരുന്നു ബ്രാൻഡോ. 1928 ഒക്ടോബർ 1 വില്ലുപുരത്താണ് അദ്ദേഹം ചിന്നയപ്പിള്ള ഗണേശൻ എന്ന പേരിൽ ജനിച്ചത്. എന്നാൽ CN അണ്ണാദുരൈയുടെ ശിവാജി കണ്ട ഹിന്ദു സാമ്രാജ്യം എന്ന നാടകത്തിൽ മറാത്ത ഭരണാധികാരി ഛത്രപതി ശിവാജിയുടെ വേഷം അവതരിപ്പിച്ചതിനാൽ ശിവാജി ഗണേശൻ എന്നറിയപ്പെട്ടു. തമിഴ് സാമൂഹ്യ പരിഷ്കർത്താവും പ്രത്യയശാസ്ത്രജ്ഞനുമായ പെരിയാർ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ വളരെയധികം ആകൃഷ്ടനായി. അദ്ദേഹത്തിന് ശിവാജി എന്ന പേര് തന്നെയാണ് ചേരുന്നത് എന്ന് ആവർത്തിച്ചു. നാടകങ്ങളിലെ താൻ അഭിനയിച്ച ശിവാജി എന്ന കഥാപാത്രത്തിൻ്റെ പേര് പിന്നീട് സ്വന്തം പേരിലേക്ക് കൂട്ടിച്ചേർത്ത് കലാരംഗത്ത് സജീവമായി. റെയിൽവേ ഉദ്യോഗസ്ഥനായ ചിന്നപ്പിള്ളയും രാജമണി അമ്മാളുമാണ് മാതാപിതാക്കൾ. ചെറുപ്പം മുതൽ തന്നെ അഭിനയത്തിൽ താൽപ്പര്യമുണ്ടായിരുന്ന ഗണേശൻ തൻ്റെ 9-ാം വയസ്സിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി നാടക ട്രൂപ്പിൻ്റെ ഭാഗമായി. നാടകത്തിന് പുറമേ ഭരതനാട്യം, കഥക്, മണിപ്പൂരി നൃത്തരൂപങ്ങളിലും പരിശീലനം നേടി. ശിവാജിയോടുള്ള ആദരസൂചകമായി തമിഴ് സിനിമാ ലോകം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 1 അഭിനേതാക്കളുടെ ദിനമായി ഇന്നും ആചരിച്ചു പോരുന്നു. സംസ്ഥാന സർക്കാരും ഈ ദിനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. M. കരുണാനിധി എഴുതിയ 1952 ക്ലാസിക് ചിത്രമായ പരാശക്തിയിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. കരുണാനിധിയുടെ മികച്ച തിരക്കഥയും ഗണേശന്റെ മനോഹരമായ അവതരണവും അതിനെ കാലത്തിനപ്പുറം മികച്ചതാക്കി മാറ്റി. നാടകത്തിന് സമാനമായ അമിതാഭിനയമായിരുന്നു അദ്ദേഹം സിനിമകളിലേക്ക് പകർന്നാടിയതെന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തമിഴകവും കടന്ന് അന്തർദേശീയ ബഹുമതികൾ വരെ കീഴടക്കിയ പ്രതിഭയായിരുന്നു ശിവാജി എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പാലും പഴവും, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, പതിഭക്തി, തില്ലാന മോഹനാമ്പാൾ, തിരുവിളയാടൽ, മുതൽ മര്യാദൈ, തേവർ മകൻ, പടയപ്പ, തങ്കപ്പതക്കം, എൻ മകൻ, രാജരാജ ചോഴൻ, കപ്പലോട്ടിയ തമിഴൻ, നവരാത്രി, മോട്ടോർ സുന്ദരം പിള്ളൈ, തെന്നാലി രാമൻ, മനോഹര, പാശമലർ, ഗൗരവം, ഉയർന്ന മനിതൻ, അന്തമാൻ കാതലി തുടങ്ങി 300ഓളം ചിത്രങ്ങളിലൂടെ തമിഴകത്തിൻ്റെ മുൻനിര താരമായി. 4 ദശകങ്ങൾ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ അരങ്ങുവാണ ശിവാജി ഗണേശനും അന്ന് പുരട്സിത്തലൈവറായി അംഗീകരിക്കപ്പെട്ട MGRും തമിഴ് സിനിമയുടെ സമവാക്യമായി മാറുന്നതിലും ചരിത്രം സാക്ഷിയായി. തമിഴ് സിനിമകളിലാണ് ശിവാജിയുടെ ഭൂരിഭാഗം സംഭാവനകളെങ്കിലും മലയാളത്തിൽ 2, തെലുങ്കിൽ 9, കന്നഡയിൽ 1, ഹിന്ദിയിൽ 2 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. മലയാളത്തിൽ തച്ചോളി അമ്പു എന്ന ചിത്രത്തിൽ ശിവാജി ഗണേശൻ നായകനായി വേഷമിട്ടതും ശ്രദ്ധ നേടി. പ്രിയദർശന്റെ കഥയിൽ ജോൺ പോൾ തിരക്കഥ എഴുതി പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത മോഹൻലാലിൻ്റെ ഒരു യാത്രാമൊഴിയാണ് ഇതിഹാസ നടൻ്റെ മറ്റൊരു മലയാള ചിത്രം. ഭാഷകളുടെ അതിർവരമ്പുകൾ കടന്ന് അഭിനയത്തിൻ്റെ മോഹവലയം തീർത്ത നടികർ തിലകത്തിൻ്റെ പുരാണ ചരിത്ര കഥാപാത്രങ്ങൾ ഇന്നും ആരാധകർക്കിടയിൽ പ്രശസ്തമാണ്. സ്വാതന്ത്ര്യാനന്തര തലമുറ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, B.O. ചിദംബരം പിള്ള എന്നിവരെ പോലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ അദ്ദേഹത്തിലൂടെ വെള്ളിത്തിരയിൽ പുനർജനിക്കുന്നതിന് സാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശംസ നേടിയ ചിത്രങ്ങളിലൊന്ന് ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രമായ കർണൻ 1964. അതേസമയം തിരുവിളയാടൽ 1965 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ശിവന്റെ വേഷവും പ്രശംസിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മറ്റു ചില ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ ഇപ്പോഴും രക്തബന്ധത്തിന് പേരുകേട്ട തമിഴ് ചിത്രമായ പാസമലർ,
9 വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത നവരാത്രി, ഒരു സംഗീതജ്ഞനെ അവതരിപ്പിച്ച തില്ലാന മോഹനാമ്പാൾ എന്നിവ ഉൾപ്പെടുന്നു. രജനീകാന്തും കമൽഹാസനും പുതുമുഖങ്ങളായി തമിഴ് സിനിമയിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയതിനു ശേഷവും 1974 പുറത്തിറങ്ങിയ തങ്കപ്പതക്കം എന്ന പോലീസ് ചിത്രത്തിലൂടെ അദ്ദേഹം മെഗാഹിറ്റ് നൽകി. സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലും സജീവ സാന്നിധ്യമായിരുന്നു ശിവാജി ഗണേശൻ. അദ്ദേഹം തുടക്കത്തിൽ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. 1955 വരെ അദ്ദേഹം ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയിൽ പ്രവർത്തിച്ചു. ഒരു വിവാദത്തിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി കെ കാമരാജിൻ്റെ ആരാധകൻ കൂടിയായ അദ്ദേഹം 1961 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. 1981 രാജ്യസഭാ MP ആയിരുന്ന നർഗീസ് ദത്ത് മരിച്ചപ്പോൾ ഗണേശനെ അവർക്ക് പകരക്കാരനായി നാമനിർദ്ദേശം ചെയ്തു. 1980കളുടെ അവസാനത്തിൽ അദ്ദേഹം സ്വന്തം പാർട്ടിയായ തമിഴക മുന്നേറ്റ മുന്നണി രൂപീകരിച്ചു. 1989 തെരഞ്ഞെടുപ്പിൽ MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ്റെ AIDMK വിഭാഗത്തെ പിന്തുണച്ചത് ഈ പാർട്ടിയായിരുന്നു. മത്സരിച്ച എല്ലാ സീറ്റുകളിലും പാർട്ടി പരാജയപ്പെട്ടു. തിരുവയ്യാറിൽ ഗണേശൻ തന്നെ പരാജയപ്പെട്ടു. അദ്ദേഹം തൻ്റെ പാർട്ടി ജനതാദളിൽ ലയിപ്പിക്കുകയും താമസിയാതെ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു. 1959 കെയ്റോയിലെ ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം കരസ്ഥമാക്കി. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 1995 ഫ്രാൻസ് സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നേടി. ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡർ ഫിലിപ്പ് പെറ്റിറ്റാണ് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് പുരസ്കാരം കൈമാറിയത്. ഇന്ത്യയിലെ 3ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ, സിനിമാ രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്നിവ ഗണേശന് ലഭിച്ചു. 2001 ജൂലൈ 21 തൻ്റെ 73ാം വയസ്സിലാണ് ശിവാജി ഗണേശൻ വിട പറയുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു മരണം.